ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയേണ്ടതോ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അഭിപ്രായം പറയേണ്ടതോ ഞങ്ങളെ ബാധിക്കുന്നതോ അല്ല. അത് യു ഡി എഫിന് സംഭവിച്ച അനിവാര്യമായ ഒരു അപകടമാണ്. പലരും പറയുന്നത് മുൻ MLA-യുടെ രാജി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രേരണയും നിർബന്ധവും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ്. അത് അവരാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എന്തായാലും പുറമെ മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പല നിലപാടുകളും പറഞ്ഞ ശേഷം ക്യൂ നിന്ന് കാല് പിടിക്കുന്നു എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി ആരൊക്കെ അങ്ങനെ വന്ന് ക്യൂ നിന്ന് കാല് പിടിക്കും എന്ന് മാധ്യമങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. അത് അവർ പരിഹരിക്കട്ടെ, അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾക്കതിൽ ഒന്നും പറയാനില്ല. ഈ തർക്കം രൂക്ഷമായി നിൽക്കുമ്പോൾ ഈ രാത്രിയിലുള്ള സന്ദർശനത്തെ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ? അതെ, ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുക. അതിൽ നമുക്കെന്തെങ്കിലും അഭിപ്രായം പറയാൻ സാധിക്കില്ല, നമുക്കൊരാഗ്രഹവും വെച്ചു പുലർത്താനും കഴിയില്ല. ഓരോരുത്തരും അവരവർക്ക് ചേരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തിക്കൊണ്ടേയിരിക്കും. തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം വരികയാണ്. ഇന്ന് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും. ഡെറിക് ഒബ്രിയാനൊക്കെ ഇവിടെ എത്തുന്നു എന്നാണ് പറയുന്നത്. അൻവർ സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. കേരളത്തിൽ വോട്ടുള്ള ആർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. നാളെ വരെ അതിന് അവകാശമുണ്ട്. അപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. അവർ മത്സരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം മത്സരിക്കാൻ. ഒരു വോട്ടർ എന്ന നിലയിൽ, നിലമ്പൂരിലൊരു വോട്ടർ എന്ന നിലയിൽ അങ്ങനെ മാത്രമേ ആശംസിക്കാനേ നമുക്ക് കഴിയും. ഈ മുൻ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു താങ്കൾ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ് താങ്കളുടേത്, താങ്കൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ, താങ്കളെ ബലിയേടാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് മറുപടി? സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കാം. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു എന്നെങ്ങനെയാണ് പറയുക? അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തോ? നിങ്ങൾ പാർട്ടിയോടൊന്ന് പറയണം. അദ്ദേഹം വഴി ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ പാർട്ടിയിലെ രീതികൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള പലർക്കും അറിയില്ല. അതാണ് പ്രശ്നം. CPIM എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് അതിൻ്റെ ഒരു സംഘടനാ രീതി, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നോ മത്സരിക്കരുതെന്നോ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ടോ? പ്രശ്നം കോൺഗ്രസ് പോലെയാണ് എല്ലാ പാർട്ടിയും ഒന്ന് ധരിച്ചു പോവുകയാണ്. ദയവായിട്ട് മുൻ KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞു അപ്പോൾ ദയവായി അദ്ദേഹം മനസ്സിലാക്കണം, എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. അദ്ദേഹത്തിന് അതിപ്പോൾ കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു മാസം മുൻപ് പറഞ്ഞെന്തായിരുന്നു? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയി ചുമതല എടുക്കുമ്പോൾ പറഞ്ഞെന്തായിരുന്നു? അതിനുശേഷം ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒടുവിൽ പോയി വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അൻവറിന്റെ പ്രഖ്യാപനം LDF-നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് സ്വരാജ് പറഞ്ഞത്. ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ഒരു വോട്ടർ എന്ന നിലയിൽ അത് എല്ലാവരുടെയും അവകാശമാണ് എന്ന കാര്യമാണ് സ്വരാജ് പറഞ്ഞത്.